മലയാളം ടെലിവിഷൻ പ്രേമിയുടെ ഇഷ്ട സീരിയലാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന കുടുംബവിളക്ക് എന്ന് പറയുന്ന സീരിയൽ. ഇപ്പോൾ ഇന്നത്തെ കുടുംബവിളക്ക് എന്ന് പറയുന്നതിന്റെ കിടിലൻ എപ്പിസോഡ് പുറത്തുനിന്നിരിക്കണം. ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയുന്നത് ഈ എപ്പിസോഡിനെ കുറിച്ചാണ്. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന ഭാഗത്ത് നമ്മൾ കണ്ടാണ് ശീതളിനെ സുമിത്ര കണ്ടെത്തിയത്. ശീതളിനെയും കൂട്ടി സുമിത്ര വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ശീതൾ വന്നറിഞ്ഞ് പൂജയെ വീട്ടിലേക്ക് വരാൻ പറയുന്നു. പൂജ പങ്കജിന്റെ കാറി വീട്ടിൽ എത്തിയതും പൂജ തനി അകത്തോട്ട് കയറിപ്പോയത്. പങ്കജ് അകത്തോട്ട് കയറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പൂജ നൈസായിട്ട് പങ്കജിനെ ഒഴിവാക്കിയിടുകയായിരുന്നു. എന്തൊക്കെയുള്ളൂ അവിടെ എന്താ സംഭവിക്കുന്ന അറിയാനുള്ള ആകാംക്ഷയിൽ പങ്കജ് എന്ന മാറി നിൽക്കുകയായിരുന്നു. പൂജ അകത്തോട്ട് ചെന്നപ്പോൾ ശീതളിനെയാണ് കാണുന്നത്. ശീതളിനെ കണ്ട് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കയറുകയായിരുന്നു നമ്മുടെ പൂജ. ചേച്ചി ഇതുവരെ എവിടെയായിരുന്നു എന്നും മെഡിസിൻ പഠനമൊക്കെ പൂർത്തിയാക്കിയെന്നും മോൾക്ക് എത്ര വയസ്സായെന്നൊക്കെ തുടങ്ങി കുറെ വിശേഷങ്ങളാണ് പൂജ ചോദിക്കുന്നത്. എന്നാൽ ഇതിനൊക്കെ മറുപടി നൽകിയത് സുമിത്രയാട്ടോ. കാരണം ഇത് കേട്ടപ്പോൾ പൂജയ്ക്ക് വല്ലാണ്ട് വിഷമാവുകയാണ്. പൂജയുടെ മോള് മരിച്ചോ എന്നുള്ള കാര്യം സുമിത്രയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് നമ്മുടെ ഈ ഒരു കാര്യങ്ങളെല്ലാം ചോദിക്കുന്നത്. എന്നാൽ പൂജ പറയുന്നുണ്ട് എന്തായാലും ചേച്ചിയെ കണ്ടെത്തിയത് അമ്മയ്ക്ക് വലിയ സന്തോഷമായിട്ടുണ്ട്. കാരണം അമ്മ കുറെ നാളായിട്ട് ആഗ്രഹിച്ചു കിടക്കായിരുന്നു മക്കളെല്ലാം കണ്ടെത്താൻ വേണ്ടി. കോമയിൽ നിന്ന് എഴുതിയ ശേഷം അമ്മ അത് അന്വേഷിച്ച മക്കളെയാണ്. ഇപ്പൊ ചേച്ചിനെ കണ്ടെത്തിയിട്ട് അതുപോലെ ബാക്കിയുള്ള മക്കളെയും കണ്ടെത്തണം. കഴിഞ്ഞ ദിവസം ഞാൻ സച്ചിൻ ചേട്ടനെ അന്വേഷിച്ചാണെങ്കിൽ ഹോസ്പിറ്റലിൽ ചെന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടുന്ന് മാറിപ്പോയെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ചേച്ചീനെ ഇപ്പൊ അമ്മ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് എന്തായാലും ചേച്ചിയെ കണ്ടെത്തി അമ്മയുടെ മുമ്പിൽ കൊണ്ട് നിർത്തുകയും തുടങ്ങി ഓരോ വിശേഷങ്ങളായിട്ട് പൂജ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് ഇതെല്ലാം പുറത്തു നിന്ന് നമ്മുടെ പങ്കജ് മാറി നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ജനലത്ത് നോക്കുമ്പോൾ അവിടെ നിന്ന് സംസാരിക്കുന്ന ശീതളിനെയാണ് കണ്ടത്. ശീതളിനെ കണ്ടെത്തിയെന്നുള്ള കാര്യം കണ്ട് ഞെട്ടുകയാണ് നമ്മുടെ പങ്കജ്. പിന്നീട് പങ്കജ് കാറെടുത്ത് നേരെ വീട്ടിലേക്ക് പോകട്ടെ. അപ്പോഴാണ് ശീതളും പലതും സുമിത്രയും ചോദിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഒന്നിനും കൃത്യമായിട്ടുള്ള മറുപടി നൽകാൻ ശീതൾ തയ്യാറാകുന്നില്ല. പ്രത്യേകിച്ച് സച്ചിന്റെ കാര്യം പറയുമ്പോൾ വീട്ടിൽ നേരത്തെ എത്തണമെന്നും അതോടൊപ്പം തന്നെ സച്ചിൻ അറിയുന്നതിന് മുമ്പ് തന്നെ വീട്ടിലെത്തണം എന്നൊക്കെ പറയുന്ന കാര്യത്തിൽ ഇവർക്ക് ഒരു സംശയമൊക്കെ തോന്നുന്നുണ്ടായത്. അതായത് നമ്മുടെ സുമിത്രയ്ക്കും അതോടൊപ്പം തന്നെ പൂജയ്ക്കും. എന്തൊക്കെയാണെങ്കിലും ശീതളിന്റെ നമ്പർ സുമിത്ര എഴുതി വാങ്ങിയിട്ടുണ്ട്. അഡ്രസ്സ് ചോദിക്കുമ്പോൾ അഡ്രസ്സൊക്കെ എന്തിനാണ് അമ്മയെ എനിക്ക് എപ്പോൾ വേണേലും ഇവിടെ വന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞ് ശീതൾ അവിടെ നിന്ന് യാത്ര ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്നാലും നമ്മുടെ പൂജ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ അമ്മയെ കണ്ടു വരുള്ളൂ, ഇത്ര പെട്ടെന്ന് അമ്മയ്ക്ക് ചേച്ചിക്ക് പോകണമെന്ന് ചോദിക്കുമ്പോൾ സുമിത്ര പറയുന്നുണ്ട് അവളിപ്പോൾ എൻ്റെ മകള് മാത്രമല്ലല്ലോ സച്ചിന്റെ ഭാര്യ കൂടിയല്ലേ എന്ന് പറഞ്ഞ് അവളെ നമ്മുടെ ശീതളിനെ യാത്രയാക്കിയായിരുന്നു സുമിത്രയും പൂജയും കൂടെ. എന്നിട്ട് പൂജ സുമിത്രയോടായിട്ട് പറയുന്നുണ്ട് അമ്മ ശീതളേച്ചിയുടെ മുഖത്തൊരു വിഷാദ ഭാവമുള്ള എന്താ പറ്റിയെന്ന് അറിയത്തില്ല, കുറെ നാൾ കൂടി കണ്ടതിൻ്റെയാണ് എന്താണെന്ന് അറിയുമ്പോൾ ചിലപ്പോൾ അതായിരിക്കും എന്തൊക്കെയാണോ അവൾ ഇനിയും വരുമല്ലോ എന്ന് പറഞ്ഞ് സമാധാനിക്കുകയായിരുന്നു നമ്മുടെ സുമിത്ര. അങ്ങനെ പങ്കജ് വീട്ടിലെത്തി രഞ്ജിതയുടെ പൂജയെ കൊണ്ടുവിടാൻ വീട്ടിൽ പോയപ്പോൾ ആ പങ്കജ് ആ ഒരു കാഴ്ച കണ്ടെന്ന് പറയുന്നത്. സുമിത്രയുടെ ആ ഒരു സമയത്തായിട്ട് നമ്മുടെ അരവിന്ദൻ ഇത് കേട്ട് ഞെട്ടുകയാട്ടോ. അയ്യോ സുമിത്ര ഒരു മകളെ കണ്ടെത്തി, ഇനി മക്കളെല്ലാം കൂടെ ഒന്നിച്ചു കഴിഞ്ഞ് നമ്മുടെ കാര്യം പോകാൻ തുടങ്ങി. അരവിന്ദൻ നിന്ന് ടെൻഷൻ അടിക്കുമ്പോൾ നമ്മുടെ പങ്കജ് പറയുന്നു അങ്ങനെ മക്കളെ എല്ലാവരെയും കണ്ടെത്തി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഡാഡി എന്ന് പറയുമ്പോൾ അതെന്താന്ന് ചോദിക്കുമ്പോൾ ഇനി മക്കളെ എല്ലാവരും കണ്ടു കഴിയുമ്പോൾ സുമിത്രയാണെങ്കിൽ അതായത് പൂജയെ ഒഴിവാക്കിക്കോളും. പൂജയെ ഒഴിവാക്കി കഴിഞ്ഞാൽ പൂജയെ വേറെ എങ്ങും പോകാനില്ലാത്ത സാഹചര്യത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ പൂജ ഇങ്ങോട്ട് വരും. അതോടെ പൂജ ഇവിടെ വന്നു കഴിഞ്ഞാൽ രോഹിതങ്ങളുടെ സ്വത്തിനെല്ലാം അവളാണുള്ള അവകാശി, പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറയാണ്. ഈ ഒരു സമയത്താണ് നമ്മുടെ ദീപുവിനെ തേടി പരമശിവം വന്നിറങ്ങുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം കുടുംബവിളക്ക് ന്യൂസിന്റെ നല്ലൊരു കിടന്ന എപ്പിസോഡിനായിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം ഈ ഒരു എപ്പിസോഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.